ഗൈസ് നമ്മളിതാണ്ട് മോട്ടർ വെച്ചൊരു കുഴി പറ്റിക്കാൻ വന്നേ. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും നല്ല ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം കിടക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് വെള്ളം പറ്റി ചെന്നപ്പോഴത്തേക്ക് നല്ല ശരിക്കും മീൻ കിട്ടി. ഇത് കായലിനോട് ചേർന്ന് നടക്കുന്ന ഒരു കുഴിയാണ്. അപ്പോൾ ഇഷ്ടം പോലെ സിലോപ്പി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല വരാലും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മീനും തൂത്ത് പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ശരിക്കും മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുളം പറ്റിച്ച് നമുക്ക് മീൻ ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മൾ രാവിലെ ഒരു 6-7 മണിയായപ്പോഴും മോട്ടർ വെച്ചു. അപ്പം ശരിക്കും വെള്ളം നല്ല ഊറ്റിറങ്ങുന്നൊരു സ്ഥലമാണ് ഇത്. അങ്ങനെ നല്ല രീതിയിൽ വെള്ളം പിടിച്ചുകൊണ്ടിരുന്ന മോട്ടർ താണ്ട് കയറി ഫുഡ് വല്ലാതാണെങ്കിൽ നല്ലോണം വേസ്റ്റ് കയറി. പിന്നെ അത് പോയി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നല്ലോണം ചേറും വെള്ളവും എല്ലാം നല്ല രീതിയിൽ അടിച്ച് കലക്കി പറ്റിച്ച് നല്ല രീതിയിൽ മീൻ പിടിച്ചു കേട്ടോ. ഇത് കായലിനോട് ചേർന്ന് നടക്കുന്നൊരു കുഴിയായതുകൊണ്ട് ഇഷ്ടം പോലെ മീൻ വന്ന് കയറും. അങ്ങനെ മീനെല്ലാം പിടിച്ച് വിശന്ന് നിന്നപ്പോഴത്തേക്ക് നമ്മൾ തന്നെ കരക്ക് കയറിയിട്ട് നല്ല അടിപൊളി ചീനിയും നല്ല കാന്താരിയുടെ ചമ്മന്തിയൊക്കെ കൂട്ടി നല്ലൊരു പിടിയൊക്കെ പിടിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കണ്ട മീനെല്ലാം കൂടെ ഓരോരോ പാത്രത്തിലോട്ട് സെപ്പറേറ്റ് ആക്കി. സിലോപ്പിയും വരാലായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ വലിയ സിലോപ്പി ഉണ്ടായിരുന്നു, ചെറിയ സിലോപ്പി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ വരാലും ചെറിയ വരാലും. നാടൻ വരാലൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെയുള്ളൊരു നാടൻ വരാൽ. അങ്ങനെ മീനിനെല്ലാം ഓരോ പാത്രത്തിലോട്ട് മാറ്റി. അങ്ങനെ മീനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി. ചെറുതും വലുതുമായിട്ട് ഒരുപാട് പാത്രത്തിലോട്ട് തിരിഞ്ഞ് മാറ്റി. നമുക്ക് ശരിക്കും മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുഴി പിടിക്കുമ്പോൾ ഇത്രയും മീൻ കിട്ടുന്നത്. കണ്ടില്ലേ സിലോപ്പിയുടെ സൈസും വരാലിൻ്റെ സൈസും കണ്ടില്ലേ? നമ്മൾ സെപ്പറേറ്റ് ആക്കുമ്പോൾ കാണാൻ പറ്റും നല്ല സൈസ് വരാലിനെയൊക്കെ. അങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങിയവർക്കെല്ലാം നമ്മൾ അത്യാവശ്യം മീൻ കൊടുത്തു. അങ്ങനെ ബാക്കി വന്ന മീൻ നമ്മൾ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.